ഇതിനകത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു നിമിഷം നിങ്ങളെ കാണാൻ തക്കവണ്ണം സ്വർഗമോടുന്ന് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയരെ, ബൈബിളിനകത്ത് ഇങ്ങനെ പറയുന്നു. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാലും വീണ്ടും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ വാക്കുകൾ കൊണ്ടാകട്ടെ പ്രവൃത്തിയിൽ കൊണ്ടാകട്ടെ പലരും നമ്മെ വെട്ടിയേക്കാം. ഇന്ന് നീ ഒരിക്കലും ഉയരത്തില്ല, നീ ഇനി ഒരിക്കലും നിന്റെ ദേശത്തിന് നന്മ കാണത്തില്ല, ഇന്ന് നീ പ്ലാറ്റ്ഫോമിൽ കയറത്തില്ല, ഇന്ന് നീ പാട്ട് പാടത്തില്ല, ഇന്ന് നീ പ്രാർത്ഥിക്കത്തില്ല, ഇന്ന് നീ പ്രസംഗിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചേക്കാം. എന്നാൽ അവരാരും അറിയാത്തൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്കാർക്കും അറിയാത്ത ഒരു സത്യമാണ്. നിനക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ് നിന്റെ പ്രത്യാശ? നിന്റെ പ്രത്യാശ മറ്റൊന്നുമല്ല, നീ വീണ്ടും പൊട്ടിക്കിളിർക്കും. നിന്നെ എത്ര പേര് നിന്ദിച്ചോട്ടെ, നിന്നെ എത്ര പേർ അപമാനിച്ചോട്ടെ, നിന്നെ എത്ര പേർ മാറ്റി നിർത്തിക്കോട്ടെ, നീ പോലും അറിയാത്ത പരിഹാസങ്ങൾ നിനക്കെതിരെ പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ പൊട്ടിക്കിളിർക്കുന്ന സീസണാണ് 2025. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പരിഹാസങ്ങളെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ, നിങ്ങളുടെ വിമർശനങ്ങളെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ, നിങ്ങൾക്കൊരു സീസണുണ്ട്, നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഇതിനെ ഫോളോ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.